ഏതായാലും മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ വ്യത്യസ്തമായൊരു പ്രാർത്ഥനയായിട്ടാണ് എനിക്കിത് തോന്നിയത്. എൻ്റെ കയ്യിലിരിക്കുന്നത് ജീവിതം ഇതുവരെ എന്നുള്ള സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളുടെ ഒരു ആത്മകഥയാണ്. ഇതിലൊരു വരി എൻ്റെ മനസ്സിൽ വല്ലാതെ ഉടക്കിയിട്ടുണ്ട്. ഇത് വായിക്കുമ്പോൾ മഹാനായ സയ്യിദ് അവറുകളുടെ വിദ്യാഭ്യാസപരമായ ഇടപെടലുകളെ കുറിച്ചാണ് കൂടുതലും നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം ഈ വരിയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സബൂറിനാണ് സുൽത്താൻ പട്ടം എന്ന് ഒരു സബ് ഹെഡിങ്ങോടുകൂടി ഇതിൻ്റെ 47-ാമത്തെ പേജിൽ കാണാം. എൻ്റെ മക്കളെ നീ എൽമു കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും രാജാവാക്കണേ എന്ന്. ഉമ്മയുടെ പ്രാർത്ഥനയായിട്ടാണ് സയ്യിദ് അവറുകളുടെ ആത്മകഥയിൽ ഇത് പരാമർശിക്കുന്നത്. ആ ഉമ്മ അങ്ങനെ പ്രാർത്ഥിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചും ഇതിനുശേഷമുള്ള ഒരു ചരിത്ര പശ്ചാത്തലം അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ വ്യത്യസ്തമായൊരു പ്രാർത്ഥനയായിട്ടാണ് എനിക്കിത് തോന്നിയത്. ഡോക്ടറാക്കാനും എഞ്ചിനീയർ ആക്കാനും മറ്റു പല ഫീൽഡിൽ എത്തിക്കാൻ വേണ്ടി മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാണ് നമ്മൾ. ഇൽമു കൊണ്ട് എൻ്റെ മക്കളെ രാജാവാക്കണേ എന്നൊരു പ്രാർത്ഥന, അത് എൻ്റെ മനസ്സിൽ വല്ലാതെ ഉടക്കിയൊരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തെ ഞാൻ വളരെയധികം അന്ന് മുതൽ സ്നേഹിക്കാനും തുടങ്ങി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹേർട്ട് ടച്ച് ആയ ഏതെങ്കിലുമൊക്കെ വാക്കുകളോ വരികളോ ഏതെങ്കിലും പുസ്തകങ്ങളിൽ കാണും. അത് നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഈ അക്കൗണ്ട് ഫോളോ ചെയ്യാനും മറക്കല്ലേ.